ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പിലിക്കുള ഡെവലപ്മെൻറ്റ് അതോറിറ്റിയിൽ പോയതാണ് കേട്ടോ. ഇതിനുള്ളിൽ മെയിനായിട്ട് ബയോളജിക്കൽ പാർക്ക്, അതുപോലെ തന്നെ സയൻസ് പാർക്ക്, പ്ലാനറ്റോറിയം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ബയോളജിക്കൽ പാർക്കാണ്. കാരണം കുറേ വെറൈറ്റീസ് ഓഫ് മൃഗങ്ങളെ കാണാൻ പറ്റുമല്ലോ. കുറേ ആയിട്ട് ഇവിടെ വരണം എന്ന് എപ്പോഴും ഇങ്ങനെ വിചാരിക്കും. പക്ഷേ ഇന്നാണ് സമയം ഒത്തു വന്നത്. അങ്ങനെ ഞങ്ങൾ ബയോളജിക്കൽ പാർക്കിലെത്തി. ബയോളജിക്കൽ പാർക്കിലെത്തി ഞങ്ങൾ ഉള്ളോട്ട് കയറിയ സമയത്ത് ഞാൻ വിചാരിച്ചാലും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള കുറേ ജീവികളെ കണ്ടു കേട്ടോ. ആദ്യം തന്നെ കയറിയപ്പോൾ ഒരു വലിയ കൊമ്പുള്ളൊരു മാനിനെ കണ്ടു. മാനൊരു ചേട്ടൻ വന്നിട്ട് ഇലയോ എന്തോ ഒരു സാധനം തിന്നാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് പിന്നെ ഒരു സൗണ്ട് കേട്ട സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് നോക്കിയ സമയത്ത് കടുവേനെ കണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കടുവേനെ നേരിട്ട് കാണുന്നത്. ഒരുമാതിരി ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ അത് നടന്നു പോയത്. പിന്നെ ഞങ്ങൾ ഹിപ്പപ്പൊട്ടാമസിനെ കണ്ടു കേട്ടോ. അതിനെ ആദ്യമായിട്ടാണ് കണ്ടത്. പിന്നെ ഈ ഒട്ടക പക്ഷി അങ്ങനത്തെ പേരറിയാത്ത കുറേ പക്ഷികളെയൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ അതിനെയൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പിന്നെ മുള്ളമ്പന്നീനെ കണ്ടു കേട്ടോ. മുള്ളമ്പന്നി ഇങ്ങനെ ഒരുമാതിരി മുള്ളൊക്കെ കുടഞ്ഞ് ഇങ്ങനെ അതിൻ്റെ കൂട്ടി കയറി ഇരിക്കുകയായിരുന്നു. പിന്നെ നടന്ന് ക്ഷീണിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ കുറേ നടക്കാണ്ട് ഉള്ളിൽ കുറച്ച് ടൈം ലിമിറ്റ് ഉള്ളതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഫുള്ളൊന്നും കണ്ടു തീർക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധം സാധനങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചെന്നായ, അതിനെയൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ അതിന് ശേഷം പിന്നെയും നടന്ന് ഞങ്ങൾ ലാസ്റ്റ് സ്നേക്ക് പാർക്കിലെത്തിയിട്ടോ. എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനമാണ് സ്നേക്ക്. പക്ഷേ ഉള്ളിൽ കയറിയ സമയത്തുണ്ടല്ലോ ഈ പച്ചിലപ്പാമ്പ് തുടങ്ങി ചേര, പെരുമ്പാമ്പ്, പിന്നെ രാജവെമ്പാല വരെയുള്ള വലിയ വലിയ ഐറ്റംസ് അതിനുള്ളിലുണ്ടായിരുന്നു. കുറച്ചൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഒരുമാതിരി ഒരു ഫീല് വരും കേട്ടോ. എന്താ പറയുക, ഒരുമാതിരി റൊമാൻറ്റിഫിക്കേഷനൊക്കെ വരും. അങ്ങനെ അതിനെയൊക്കെ കണ്ട് മെല്ലെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ക്ഷീണിച്ച് ഒരു വഴിക്കായിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം നല്ല വെയിലാണല്ലോ. അപ്പോൾ മെല്ലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഹോസ്റ്റലിൽ കയറാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.